നമസ്കാരം. അഡ്വാൻസ് ടാക്സ് പേ ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് ഒഴിവാക്കാം. അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത് പേ ആസ് യു ഏൺ ടാക്സ് ആണെന്ന് നമുക്കറിയാം. അതായത് ഗവൺമെന്റിന്റെ ഒരു ഭയങ്കര ബ്രില്യൻ മൂവ് ആയിരുന്നു ഇത്. നമ്മൾ ഇൻകം ഉണ്ടാക്കുമ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് അടിക്കാനുള്ള ഒരു വഴിയാണിത്. ഏത് സിറ്റുവേഷനിലാണ് അഡ്വാൻസ് ടാക്സ് പേ ചെയ്യേണ്ടി വരിക എന്ന് നമുക്ക് നോക്കാം. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മളുടെ ടാക്സ് ലയബിലിറ്റി TDSന് ശേഷം 10,000 രൂപയ്ക്ക് മേളിലുണ്ടെങ്കിൽ അഡ്വാൻസ് ടാക്സ് ബാധകമാവും. അതായത് ഒരു വർഷം നമ്മുടെ ടാക്സ് ലയബിലിറ്റി 1,00,000 രൂപയുണ്ട്, TDS 20,000 രൂപ പിടിച്ചിട്ടുള്ളൂ, അപ്പോൾ 80,000 രൂപയുടെ ടാക്സ് ലയബിലിറ്റി ഉണ്ട്. ഈ സിറ്റുവേഷനിൽ അഡ്വാൻസ് ടാക്സ് ആപ്ലിക്കബിൾ ആവും. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഈ അഡ്വാൻസ് ടാക്സ് പേ ചെയ്യേണ്ടത്? അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങളുടെ ബിസിനസ് പ്രോഫിറ്റബിൾ ആണെന്നുണ്ടെങ്കിൽ ടാക്സ് ലയബിലിറ്റിയുടെ 90% 31 മാർച്ചിന് മുമ്പ് നമ്മൾ പേ ചെയ്തിട്ടുണ്ടാവണം. ഇത് 4 തവണകളായിട്ടാണ് നമ്മൾ അടയ്ക്കേണ്ടത്. 15th ജൂണിന് മുമ്പ് ടാക്സ് ലയബിലിറ്റിയുടെ 15%, സെപ്റ്റംബർ 15ന് മുമ്പ് 45%, ഡിസംബർ 15ന് മുമ്പ് 75%, മാർച്ച് 15ന് മുമ്പ് 100% പേ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഞാൻ ആദ്യം ഒരു 90% പറഞ്ഞു, ഇപ്പോൾ ഞാൻ പറഞ്ഞു മാർച്ച് 15ന് മുമ്പ് 100% പേ ചെയ്തിട്ടുണ്ടാവണം എന്ന് പറഞ്ഞു. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ മാർച്ച് 31നുള്ളിൽ നമ്മുടെ ടാക്സ് ലയബിലിറ്റിയുടെ ഒരു 90% പേ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ആപ്ലിക്കബിൾ ആയിട്ട് വരും. അഡ്വാൻസ് ടാക്സ് ഒബ്ലിഗേഷൻസ് കറക്റ്റായിട്ട് ഈസി ആയിട്ട് പേ ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് പറയാം. ഈ വർഷത്തെ നമ്മുടെ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ആ പ്രോഫിറ്റിന്റെ പുറത്തുള്ള ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക, ആ ടാക്സ് ലയബിലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസ്റ്റാൾമെന്റുകൾ അനുസരിച്ചിട്ട് കറക്റ്റായിട്ട് പേ ചെയ്യുക. ഇങ്ങനെ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അനാവശ്യമായിട്ട് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന ഒഴിവാക്കാം. അപ്പോൾ 4th ഇൻസ്റ്റാൾമെന്റിന്റെ ടൈം അടുക്കുവാണ്. കറക്റ്റായിട്ട് ആ കറക്റ്റ് ഇൻസ്റ്റാൾമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക, അത് കറക്റ്റായിട്ട് പേ ചെയ്യുക. അപ്പോൾ അഡ്വാൻസ് ടാക്സ് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് മേളിൽ പറഞ്ഞ ഇൻസ്റ്റാൾമെന്റ്സ് അനുസരിച്ച് പേ ചെയ്യാനൊന്ന് ശ്രദ്ധിക്കുമല്ലോ അല്ലേ.